ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് സ്വരങ്ങളുടെ ലോകത്തെ നായകൻ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ മുഹമ്മദ് റഫിയുടെ മാധുര്യമുണ്ട്. പാടുന്ന സ്റ്റൈലിൽ കിഷോർ കുമാറിന്റെ ഒരു കുസൃതിയുണ്ട്. ഇദ്ദേഹത്തിന്റെ അടുത്ത് മുകേഷിന്റെയും മന്നടയുടെയും മെലഡിയും ഉണ്ട്. ഇദ്ദേഹത്തിന് സംഗീതത്തിന്റെ കടലായ ലതാ മങ്കേഷ്കറിന്റെ അനുഗ്രഹവും ഉണ്ട്. പ്ലീസ് വെൽക്കം വൺ ആൻഡ് ഓൺലി സോണു നിഗം. നിങ്ങളുടെ കൈയടി തുടർന്നുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ ജഡ്ജ് ഭോജ്പുരിയുടെ വലിയ സിംഗറായ മാലിനി അവസ്ഥി. ഇപ്പൊ നമ്മൾ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, ആപ്കി അദാലത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ മാലിനി അവസ്ഥയുടെ അനുവാദം നമുക്ക് ചോദിക്കാം. അനുമതി നൽകുന്നു. ആപ്കി അദാലത്തിലെ വിചാരണ തുടങ്ങിയാണ്. സ്വരങ്ങളുടെ രാജാവിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ സോണു നിഗത്തിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം എപ്പോഴും കൺഫ്യൂഷനാണ് എന്നുള്ളതാണ്. സോണു, താങ്കൾ കുട്ടിക്കാലത്ത് താങ്കൾ സ്കൂളിൽ ടോപ്പറായിരുന്നു, അതുപോലെ തന്നെ സയന്റിസ്റ്റ് ആകാനായിരുന്നു താങ്കൾക്ക് ആഗ്രഹം. കൺഫ്യൂസായി സിംഗറായിന്ന് കേട്ടു. ഇതിൽ കൺഫ്യൂഷനിലൊന്നുമില്ല സാർ. ഇത് എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് സാർ. അതായത് ഇതിനു മുമ്പ് മറ്റേ ഞാൻ ഈ പഠിക്കുന്ന ഈ സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾ, എൻ്റെ ക്ലാസ്മേറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, കൈലാഷ്. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഞാൻ എത്ര നന്നായിട്ട് പഠിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പഠിത്തത്തിൽ നല്ലപോലെ അങ്ങോട്ട് ഡീപ്പായി പോയി, പഠിത്തം എന്ന് പറഞ്ഞ്. അതിൻ്റെ ഒപ്പം എനിക്ക് സ്പോർട്സിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പാട്ട്, എൻ്റെ അച്ഛനമ്മ കാരണം എനിക്ക് അതെല്ലാം കിട്ടി. പിന്നെ പറയുന്ന പോലെ ഞാൻ പാട്ടിൽ നല്ലപോലെ റിഹേഴ്സലൊക്കെ ചെയ്തിരുന്നു. ഒരു പ്രായമെത്തി. അന്ന് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം, സയന്റിസ്റ്റ് ആകണം. അന്ന് ഞാൻ എല്ലാ സയൻസും പഠിച്ചു. പിന്നെ എനിക്ക് ഡിസ്കവറി സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു അന്ന് ആഗ്രഹം. എന്തെങ്കിലും യൂട്യൂബൊക്കെ പോയി കാണുമ്പോഴും അന്ന് എനിക്ക് ഫുള്ള് സയൻസ് ആയിരുന്നു ആഗ്രഹം. സോ എനിക്ക് ഒരുപാട് കേസസ് ഉണ്ടായിരുന്നു. സയൻസ് എന്നായിരുന്നു അന്നും ആഗ്രഹമൊക്കെ. അന്നൊരു അവസാനമില്ല അതിനൊന്നും. പക്ഷേ പാട്ട്, അതെനിക്ക് കുറച്ചായിരുന്നു ഇൻട്രസ്റ്റ് ഒക്കെ. ആരാണ് താങ്കൾ സിംഗർ ആക്കിയത്? സിംഗേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, സിംഗേഴ്സ് ജനിക്കത്തേ ഉള്ളൂ. ഞാൻ ജനിച്ചത് തന്നെ ഒരു പാട്ടുകാരനായിട്ടാണ്. പിന്നെ 15-ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ഡൽഹിയിൽ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്ത് ഒരു പ്രൈസും വിൻ ചെയ്തു. പിന്നെ ഞാൻ, എൻ്റെ അച്ഛൻ അരുൺ കുമാർ നിഗം, ശോഭന നിഗം, അമ്മ, ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു ഏതേലും ഒരു വിധത്തിൽ മുംബൈക്ക് പോകണമെന്നും പറഞ്ഞ്. എൻ്റെ പാട്ട് നെക്സ്റ്റ് ലെവലിൽ റീച്ച് ആവണമെങ്കിൽ ഞാൻ മുംബൈക്ക് എത്തിപ്പെടണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. സോ 18 വയസ്സിൽ എൻ്റെ 12th സ്റ്റാൻഡേർഡ് ഞാൻ പാസ് ചെയ്തപ്പോൾ അതിനുശേഷം ഞാൻ മുംബൈയിലോട്ട് പോയി. പിന്നെ ഞാൻ കറസ്പോണ്ടൻസിൽ പഠിക്കാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സാം വരുമ്പോഴേക്കും എൻ്റെ ഫസ്റ്റ് പാട്ട് ഹിറ്റായി നല്ലപോലെ. താങ്കളുടെ അച്ഛനും ഇന്ന് ഷോയ്ക്ക് വന്നിട്ടുണ്ട്. അതെ, അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പൊതുവെ മാതാപിതാക്കൾ മക്കളോട് പറയാറുണ്ട്, നീ ഡോക്ടറാകണം, സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല സയന്റിസ്റ്റ് ആയിട്ട് വരണം. പക്ഷെ ഇദ്ദേഹം ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ താങ്കൾ തടഞ്ഞില്ലേ അദ്ദേഹത്തെ? അല്ല, ആക്ച്വലി ഞാനൊരു സിംഗറാണ്. സോ എനിക്കതിനെക്കുറിച്ച് അറിയാം. ഒരു സിംഗറിന് എത്ര കഴിവുണ്ട്, എത്ര ദൂരം വരെ പോകാൻ കഴിയുമെന്ന്. സോ ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞു. ഇവൻ ഒരു എക്സ്ട്രോണറി സിംഗറാണ്. ഇവന്റെ കഴിവ് എതിലാണോ കൂടുതലുള്ളത് അതിൽ ഇവൻ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് സക്സസ്സുമായി. കണ്ടുപിടുത്തം ശരിയാണ്. പക്ഷേ സിംഗർ ആകുന്നതിന് മുൻപ് താങ്കൾ ആക്ടിങ്? കൊച്ചുപ്രായത്തിൽ ഞാൻ ചില സിനിമയിലൊക്കെ ആക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ജനിച്ചപ്പോഴാണോ? അല്ലല്ല, അതിനു മുമ്പാണത്. അതിനു മുമ്പ് ഞാൻ ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആണോ? അതെ, ഉസ്താദി ഉസ്താദ് സേ, പ്യാര ദുഷ്മൻ, ദഗ്ദീർ,
കൃഷ്ണ ബേതാബി സണ്ണി ഡിയോളിലൊക്കെ കൊച്ചു പ്രായത്ത് ഞാനാണ് ചെയ്തത്. സോ നിറയെ സിനിമയിൽ ഞാൻ കൊച്ചു പ്രായത്തിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുംബൈക്ക് വന്നതിന് ശേഷം കൊച്ചു പ്രായത്തിൽ ഞങ്ങൾ എല്ലാവരും മുംബൈയിലായിരുന്നു. അച്ഛനമ്മ ഞാനും അനിയത്തിയും. എൻ്റെ അനിയത്തി ആക്ച്വലി മുംബൈയിലാണ് ജനിച്ചത്. ആ സമയത്ത് ഞാനിവിടെ ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട്. അതിനുശേഷം ഇട്ടിട്ട് ഡൽഹിക്ക് തന്നെ തിരിച്ചു വന്നു. പഠിത്തം കംപ്ലീറ്റ്ലി ഫ്ലോ ആയിട്ട് പോയി. പിന്നെ പാട്ടിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. 91 മുംബൈയിലോട്ടും തിരിച്ചു വന്നു. മുംബൈ പോയതിനു ശേഷം ശരിക്കും കഷ്ടപ്പെട്ടെന്ന് കേട്ടു. അതെ, പക്ഷേ വളരെയധികം. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും ചെറിയ അടി കിട്ടുന്നത് വളരെ വ്യത്യാസമായിരിക്കുമല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓരോ മനുഷ്യരും ഭക്ഷണത്തിന് പോലും ഭക്ഷണത്തിനാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. പിന്നെ അതിനേക്കാളും വലിയ കഷ്ടം വരും. എൻ്റെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ ഭക്ഷണത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇമോഷണലി ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. ആരെങ്കിലും നമ്മൾ കളിയാക്കുമ്പോൾ പഠിത്തത്തിൽ ഞാൻ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു പോയ കാലമായിരുന്നു അത്. സ്കൂൾ ടീച്ചേഴ്സ് നല്ലപോലെ സ്നേഹം കാണിക്കുമ്പോൾ ഇവരിവിടെ വന്ന് എന്താ ചെയ്യുന്നത്, എന്താ പണി? പുറത്തുള്ള വാച്ച്മാൻ സഹിത ആരംഭത്തിൽ ഇങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം പറഞ്ഞുതരാം. ഒരു പാട്ടുണ്ടായിരുന്നു. ഈ പാട്ട് എന്നെ അനുമാലിക് സാറാണ് പാടിപ്പിച്ചത്. അവിടെ ഒരു റിഹേഴ്സൽ പോയിക്കൊണ്ടിരുന്നു. ഇതൊരു വലിയ നല്ല ഇൻസിഡൻ്റ് ആണ്. ഒരു മനുഷ്യൻ എന്തൊക്കെ സഹിക്കേണ്ടതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഫീൽഡിലോട്ട് പുതിയതായിട്ട് വന്ന പയ്യനാ. സോ എൻ്റെ അടുത്ത് ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അച്ഛനും അമ്മയും പോലും വളരെ ഡീസൻ്റ് ആയിട്ടാണ് വീട്ടിൽ സംസാരിക്കുന്നത്. അച്ഛന് നല്ല സ്നേഹമായിരുന്നു. പിന്നെ അച്ഛൻ എന്ന് പറയുമ്പോൾ വളരെയധികം സ്നേഹമുള്ള ഒരു അച്ഛനായിരുന്നു എൻ്റെ അച്ഛൻ. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, അനുമാലിക് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു എൻ്റെ അച്ഛനും. സോ പാട്ട് പാടാനായിട്ട് ഞാൻ പോയിരുന്നു അവിടെ. ഈ പാട്ടായിരുന്നു അന്ന് പാടിയ. സോ അതിന്റെ ബീറ്റ് 68. സോ ഞാൻ അന്ന് എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഇതില് ബീറ്റ് ഇല്ലെന്നാണ്. അതുകൊണ്ട് എങ്ങനെയാണ് പാടിയത്? കാരണം 1 2 3 1 2 3 അതായിരുന്നു അതിന്റെ ബീറ്റ്. അദ്ദേഹം ഒരു വട്ടേ പറഞ്ഞു തന്നുള്ളൂ. അതിനിപ്പുറം എന്നോട് പഠിച്ചെടുക്കാൻ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാൻ പഠിക്കും? അതിന് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എടാ മോനെ, നീ പാട്ട് പാടാൻ വന്നതാണോ അത് വെറുതെ കളിക്കാൻ വന്നതാണോ ഇവിടെ നിന്ന്? എനിക്കിപ്പോഴും ആ ഇൻസൾട്ടൊക്കെ നല്ലപോലെ ഓർമ്മയിലുണ്ട്. ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ നിങ്ങൾ വലിയൊരു മനുഷ്യനായിരുന്നു, നിങ്ങളിങ്ങനെ എല്ലാവരും വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നോക്കുവാണെങ്കിൽ ഇന്ന് ഹീസ് മോർ ലൈക്ക് എ ബഡി. പക്ഷേ ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛനൊക്കെ നല്ല ടെൻഷൻ ആക്കിയപ്പോൾ അതെ ഞാൻ അങ്ങനെയായിരുന്നു. സോ ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് അനുമാലിക്കിനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ താങ്കൾക്ക് വലിയൊരു ഹിറ്റാണ്. വലിയ ഹിറ്റ് സോങ് ആയിരുന്നു തന്നിരുന്നത്. അതെ, എന്റെ കരിയറിൽ അനുമാലിക് സാറിന് എന്തോ ഒരു പങ്കുണ്ടെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ഈ കാര്യം ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നിവിടെ ഇരിക്കണമെങ്കിൽ ഇതിലും മിക്കവാറും ഉള്ള പങ്ക് അദ്ദേഹത്തിനാന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ. സ്നേഹവും. അദ്ദേഹം അങ്ങനെയായിരുന്നു, നല്ല മനുഷ്യനാണ്. സന്ദേശി ഹാത്തേ ഹേ അതെന്റെ ഫസ്റ്റ് ഹിറ്റായ പാട്ടാണത്. അതുകൊണ്ട് ഞാൻ അന്ന് നല്ല ആ പാട്ട് പാടി നല്ല പേരും കിട്ടിയപ്പോൾ അതും അനുജിയുടെ ആയിരുന്നു. മറ്റേ ഈ റെഫ്യൂജി എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഒരു പാട്ട്. ഇങ്ങനെ ഓരോ പാട്ടും അദ്ദേഹം എനിക്ക് ഒരുപാട്, ഞാൻ ഇന്നും ബേഗം ജാനിൽ ഒരു പാട്ട് പാടി കൊടുത്തിട്ടുണ്ടായിരുന്നു മിനിയെന്ന്. ഞങ്ങൾക്കിടയിൽ ഒരു നല്ല സ്നേഹമുണ്ട്. ഞങ്ങൾക്കും രണ്ടുപേർക്കിടയിൽ ഒരു സ്പിരിച്വൽ ആയ സ്നേഹമാണ്. ആ പാട്ട് ഹിറ്റായത് പാടിയത് കൊണ്ടല്ല, അതിന്റെ റിതം കൊണ്ടല്ലേ? ഏത് പാട്ട്? ദിൽ ദീവാന. ഇല്ല, ഇതിൽ ഞാൻ ഒരു സിംഗർ ഉണ്ട്, ഞാൻ അത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എപ്പോഴും മ്യൂസിക്കിൽ ജനങ്ങളെല്ലാവരും ടൈപ്പ് കാസ്റ്റ് ആയിട്ട് മാറും. സന്ദേശം വന്നതും എൻ്റെ പാട്ടെത്തി. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ലപോലെ പാടുന്നുണ്ട്, പക്ഷേ റഫി സാറിനെ പോലെയാണ് പാടുന്നതെന്ന്. പാട്രിയോട്ടിക് പോട്ട് വരുമ്പോൾ പാട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം അത് പറ്റില്ലല്ലോ. ഞാൻ ട്രെൻഡി ആയിട്ട് പാടണം, മെയിൻ സ്ട്രീമിൽ പാടണം. എല്ലാവർക്കും അറിയാം ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കിൽ പാടും, മെയിൻ സ്ട്രീമിൽ പാടും. സോ ഇപ്പം എനിക്ക് ട്രെൻഡിലുള്ള ഒരു പാട്ട് വരും. സോ ഈ പാട്ട്, ഈ ദിൽ ദീവാനയിലെ പാട്ട് വന്നിരുന്നു. ഈ പാട്ട് എനിക്ക് അടിപൊളി ഹിറ്റായിരുന്നു കിട്ടിയത്. അതും എന്നെക്കൊണ്ട് നോർമൽ പാട്ടും പാടാൻ കഴിയും, പിന്നെ ആറ്റിറ്റ്യൂഡ് പാട്ടും പാടാൻ കഴിയുമെന്ന്. അതുവരെ അങ്ങനെ ഒരു പാട്ട് വന്നില്ല. ഇപ്പം നിങ്ങൾ ഒരുപാട് പാട്ട് കേൾക്കുന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് വെസ്റ്റേണൈസ്ഡ് സോങ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊരു വഴി തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ വെസ്റ്റേണൈസ്ഡ് ആൻഡ് കോൺസെർട്ട് ടൈപ്പ് പാട്ട് പാടാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്തു. സോ ആ പാട്ട് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഐ ഫീൽ ബോത്ത് ദ സോങ്സ് കോംപ്ലിമെന്റഡ് ഈച്ച് അതർ. പിന്നെ താങ്കൾ പാടിയ क्या है तेरा मोबाइल नंबर? എല്ലാ മനുഷ്യർക്കും നോക്കൂ, എൻ്റെ ആദ്യത്തെ മാസ്റ്റർ റഫി സാറിനെ കുറിച്ച് ഞാൻ പറയും. റഫി സാർ പാടിയതാണെന്നു ഈ പാട്ട്. മറ്റേ അദ്ദേഹം ചെയ്യും. सर जो तेरा चकराए या दिल डूबा जाए आजा प्यारे. സോ അദ്ദേഹം
ആ പാട്ടും പാടി, പിന്നെ चाहे कोई मुझे जंगली कहे ഈ പാട്ടും പാടി, പിന്നെ വാട്ട് ഈസ് മൊബൈൽ നമ്പർ മാതിരി എന്നെ സംബന്ധിച്ച് ആസ് എൻ ആർട്ടിസ്റ്റ്, പിന്നെ അദ്ദേഹത്തിന് ശിഷ്യനായതുകൊണ്ട് എല്ലാ പാട്ടും ജനങ്ങൾ കേട്ടിരിക്കും ഉറപ്പായിട്ടും. അവരെന്നെ കൽഹോനാഹ പോലെ സ്പിരിച്വൽ പാട്ടിലും കേട്ടിരിക്കണം, എന്നെ പാട്രിയോട്ടിക് പാട്ടിലും കേൾക്കണം, കോമഡി പാട്ടിലും കേൾക്കണം. ഞാൻ ഒരുപാട് കോമഡി പാട്ടും കേട്ടിട്ടുണ്ട്. അത് കോമഡി പാട്ടായിരുന്നാലും അത് റൊമാൻറ്റിക് ആയ പാട്ടും അല്ലായിരുന്നു മറ്റേ വാട്ട് ഈസ് മൊബൈൽ നമ്പറിൽ. ഇതുപോലെ ഞാൻ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. ഈ പാട്ട് എനിക്ക് ഒരുപാട് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 ഉദാഹരണം പറയാമല്ലോ ഏത് കോമഡി പാട്ടാണെന്നുള്ളത്? ഒരു പാട്ട് ഞാൻ പാടിയിരുന്നു, അതിൻ്റെ ആദ്യത്തെ വരി വിനോദ് റാത്തറിന് വേണ്ടിയാണ് ഞാൻ പാടിയത്. അത് ഫുൾ പാട്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു. അത് मैं सूरज हूँ ना 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 कहाँ राजा भोज कहाँ गंगू तेली कहाँ राजा भोज कहाँ गंगू तेली ഇങ്ങനെയായിരുന്നു പാടിയത്. പിന്നെ ഈ പാട്ടില് വാട്ട് ഈസ് മൊബൈൽ നമ്പറിൽ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ പോലും പറയാം. What is mobile number? What is your style number? करनी है വേണമെങ്കിൽ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടും പോടും. പക്ഷെ എനിക്ക് ഹീറോ ആരാന്നറിയില്ല, ഗോവിന്ദ. അദ്ദേഹത്തിന് കുസൃതി അറിയാം, അതുകൊണ്ട് അങ്ങനെ പാടിയത് ഞാൻ. What is mobile number? What is your style number? करनी है प्यार. What is your അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാടിയത്. സോ അത് ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പാടിയത്. പിന്നെ ഒരു പാട്ട് ഞാൻ ഇങ്ങനെയായിരുന്നു പാടിയിരുന്നത്, ഇസ് പ്യാർക്കോ ക്യാനന്തോ. ഞാൻ എപ്പോഴും പറയും ഞാൻ ലക്കി അലിക്ക് ഇൻസ്പയർ ചെയ്താണ് ഈ പാട്ട് പാടിയെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ സ്റ്റൈൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഐ ഓൾവേസ് യൂസ് ടു ലൈക്ക് ലക്കി അലി. എനിക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഞാൻ ആ പാട്ട് इस प्यार को मैं क्या नाम दूं हो बेचैन दिल को कैसे आराम दूं वो 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 സോ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് ഇറ്റ്. ഞാൻ കേട്ടത് താങ്കൾക്ക് 40 സിംഗേഴ്സിനെ ഒരേ സ്റ്റേജിൽ വെച്ച് പ്രോഗ്രാം നടത്താനുള്ള കഴിവുണ്ടെന്നാണ്. ഞാൻ ഇപ്പോൾ ഒരു അവാർഡ് ഫംഗ്ഷനിൽ പാടിയതാ. എനിക്ക് ഓർമ്മയുള്ള അളവിന് ഞാൻ നിങ്ങൾക്ക് പാടി കാണിച്ചു തരാം. പക്ഷേ പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ഇദ്ദേഹം ഇപ്പം ചോദിച്ചെന്നെ നല്ലപോലെ കുടുക്കിയിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. സോ ഞാൻ നിങ്ങൾക്ക് പാടിത്തരാം. तेरा प्यार 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 तेरा प्यार 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 हुक्का बार बार देखो 1000 बार देखो मैंने देखा है ये एक सपना फूलों के शहर में है ना बोलो बोलो है ना बोलो बोलो पापा को मम्मी से मम्मी को पापा कहते हैं बड़ा नाम करेगा मगर ये मेरा दिल प्यार का दीवाना 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 प्यार मांगा है तुम्ही से ना इनकार करो पास बैठो जरा सी आहट होती है तो दिल सोचता है कहीं ये वो तो नहीं 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 अभी नहीं थोड़ा करो इंतजार. ഇങ്ങനെയാണ് ഞാൻ പാടിയത്. സോ ഇറ്റ്സ് ലിറ്റിൽ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഫിലിമിലും സോണു നിഗത്തിന്റെ പാട്ട് കാണുമായിരുന്നു. അതെ. അക്കാലത്തുള്ള ഷാരൂഖ് ഖാന്റെ പടങ്ങളിലെല്ലാം താങ്കളാണ് പാടുന്നത്. അതിന്റെ ഒരു ലിസ്റ്റാണിത്. കൽ ഹോന ഹോ, ഖബി അൽബിദാന കഹ്ന. താങ്കൾ വളരെ വ്യത്യസ്തമായ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതെ. പിന്നെ പലരും താങ്കളെ അപ്രീഷിയേറ്റും ചെയ്തിട്ടുണ്ട്. അതെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. എല്ലാം ഓവർനൈറ്റ് സക്സസ് എനിക്ക് കിട്ടിയിട്ടില്ല. അച്ചാസിയാദിയാലായിരുന്നു സ്റ്റാർട്ടിങ്ങിൻ്റെ. इश्क में हम तुम्हें क्या बताएं ഇവരൊക്കെ കൊച്ചു പിള്ളേരായിരുന്നു, ജനിച്ചു പോലും കാണില്ല. किस कदर चोट खाए हुए हैं. ഇതൊക്കെ ചെയ്ത് ഞാൻ ടെലിവിഷനിൽ ഒരു ഷോയും കൂടെ ചെയ്തിരുന്നു ഒന്ന്. സരിഗമ, അത് വളരെ ഫേമസ് ആയിരുന്നു ഒന്ന്. സോ ജനങ്ങളതൊക്കെ മനസ്സിലാക്കി അതൊക്കെ മാറ്റിയെടുത്തിരുന്നു. സോ അതിനുശേഷം 97-ലായിരുന്നു സന്ദേശി വന്നിരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പാടി കാണിക്കാം. संदेशे आते हैं हमें तड़पाते हैं जो चिट्ठी आती है वो पूछे जाती है कि घर कब आओगे कि घर कब आओगे लिखो कब आओगे कि तुम बिन ये घर सूना सूना है.
ഞാൻ നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിളിച്ചുകൊണ്ട് പോകാം. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഓർമ്മയുള്ള പാട്ട്, എൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് ഞാൻ പാടിത്തരാം. उसके बाद ये दिल दीवाना दीवाना है ये दिल दीवाने ने मुझको भी कर डाला दीवाना. ഈ പാട്ട് വളരെ ഹിറ്റായിരുന്നു. പിന്നെ വാട്ട് ഈസ് മൊബൈൽ നമ്പർ? फिर ऐसा पहली बार हुआ है 17-18 सालों में. ഇതിനുശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ सूरज हुआ मध्यम चांद जलने लगा आसमां ये हाय क्यों पिघलने लगा मैं ठहरा रहा ज़मीं चलने लगी धड़का ये दिल सांस थमने लगी. हो क्या ये मेरा पहला पहला प्यार है सजना क्या ये मेरा पहला पहला प्यार है. फिर वो आया. പിന്നെ ആ സിനിമയിൽ തന്നെ മറ്റൊരു പാട്ടുണ്ട്. कह दो ना you are my soul. രണ്ടും ഡിഫറെന്റ് ജോണറാണ്, രണ്ടിനും നല്ല രസം ഉണ്ടാവും. बोले चूड़ियां बोले कंगना. ആ പാട്ട്. പിന്നെ അടുത്ത സിനിമയില് കൽഹോണഹോല് എങ്ങനത്തെ ഹിറ്റായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയും, എൻ്റെ അവസാനത്തെ ശ്വാസം ഞാൻ എടുക്കുമ്പോൾ പോലും രജത് സാറ് പറഞ്ഞിരിക്കും, അതായത് അൾട്ടിമേറ്റ്ലി ഒരു ന്യൂസ് വരും, ഫേമസ് സിംഗർ സോനു നിഗം മരിച്ചെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ടി വിയിൽ ഈ പാട്ട് വരും. हर घड़ी बदल रही है रूप जिंदगी छाँव है कभी कभी है धूप जिंदगी हर पल यहाँ जी भर जियो जो है समा कल हो न हो. അതിനുശേഷം ഞാൻ ഒരു പക്ഷേ രക്ഷപ്പെട്ടാൽ പിന്നെ ഈ പാട്ട്. तो किसका है ये तुमको इंतजार में होना. ഞാൻ മറ്റൊരു പാട്ടും പാടി, അത് ഞാനത് മറന്നും പോയി. तू ही तू सतरंगी रे तू ही तू मन रंगी रे. വൺ ഓഫ് മൈ ബെസ്റ്റ് സോങ്സ്. പിന്നെ ഒരുപാട് പാട്ടും വന്നു. പിന്നെ മറ്റൊരു പടം വന്നിരുന്നു, ആ സിനിമയുടെ പേരാണ് അഗ്നിപത്ത്. जीने के हैं 4 दिन ओ बाकी है बेकार दिन. ഞാൻ വളരെ ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നു നിങ്ങൾ എൻ്റെ പാട്ടിടുന്ന സമയത്തൊക്കെ. എനിക്ക് കരച്ചിൽ തന്നെ വരും. കാരണം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ദൈവം എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, അദ്ദേഹം നിറയെ തന്നു. എനിക്ക് ദൈവം ഒരുപാട് ഇത്രത്തോളം ഇഷ്ടമായി. നൽകിയിരിക്കുന്നു, ജനങ്ങൾ ഇത്രത്തോളം സ്നേഹം നൽകി. ആസ് എ സിംഗർ ജനങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നു. അതെ. പക്ഷെ പെട്ടെന്ന് താങ്കൾ ഒരു ഹീറോ ആയിട്ട് മാറിയത്. അതെയോ? താങ്കളുടെ പടങ്ങളുടെ ടൈറ്റിൽ കണ്ടില്ലേ, ലവ് ഇൻ നേപ്പാൾ. അതെ. സോ പെട്ടെന്ന് ഹീറോ ആകാനുള്ള ആഗ്രഹം എങ്ങനെ താങ്കൾക്ക് വന്നു? എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഹീറോ ആവുന്നതിന് മുൻപായിട്ട് ഒരുപാട് പാട്ടിൻ്റെ വീഡിയോസ് ചെയ്തു. പിന്നെ അത് കണ്ടപ്പോൾ ഡയറക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സൊക്കെ എന്താ തോന്നിയെന്ന് വെച്ചാൽ, നമുക്കവനൊരു പടം കൊടുക്കാമെന്ന്. സോ എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പടം എടുത്തിട്ടില്ല. എനിക്ക് ഓഫേഴ്സ് കിട്ടി. പിന്നെ ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, അത് തലയെഴുത്ത് നന്നായിരുന്നാൽ നിങ്ങൾക്കെല്ലാം എളുപ്പത്തിൽ കിട്ടും. ഞാൻ ഇവിടെയാണെങ്കിൽ ഞാൻ എന്തിനാ എൻ്റെ പാട്ട് കേട്ട് കരഞ്ഞത്? ഈ ദൈവത്തിന് ഞാൻ പ്രാർത്ഥിച്ച് വളരെയധികം നന്ദി പറയുന്നു. അദ്ദേഹം എനിക്ക് നല്ല ചാൻസ് ആണ് തന്നത്. ഞാൻ ഇങ്ങനെയൊന്നും ആലോചിക്കത്തില്ല, എടാ സോനു നിഗം നീ അടിപൊളിയാ, നീ കലകലക്കുന്ന കലക്കിയിടാന്നുണ്ട്. അതുപോലെയൊക്കെ ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, ഏത് സംഭവിക്കണോ അത് സംഭവിച്ചേക്കും. തലയെഴുത്ത് നല്ലതാണെങ്കിൽ ജനങ്ങളുടെ ആശീർവാദം ഉണ്ടാവും, എല്ലാം നമുക്ക് കിട്ടിയിരിക്കും. എൻ്റെ ഡെസ്റ്റിനിയിൽ ആ സമയത്ത് ശരിയായ സിനിമകളിൽ വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ തലയിൽ എഴുതിയില്ല. ഞാൻ നിങ്ങൾക്കൊരു നല്ല എക്സാമ്പിൾ പറയാം, അത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കും. പിന്നെ അതിനുശേഷം ഓർമ്മയുണ്ട് ഒരു പടം, ജോണി ദുഷ്മൻ. ഇനി അതിന് പിന്നാലെ എൻ്റെ ഒരു ലോജിക്ക് നോക്കണം നിങ്ങൾ. സിനിമ ഇങ്ങനെ വരാൻ പോകുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ പുതിയ പയ്യനാ, എനിക്ക് ആരുടെയും സപ്പോർട്ട് ഒട്ടും തന്നെ ഇല്ല. ഞാനൊരു പുതിയ പയ്യനായിരുന്നു. എനിക്കിങ്ങനെ ഗൈഡ് ചെയ്യാനായിട്ട് ആരുമില്ല, ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാനായിട്ട്. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, സണ്ണി ഡിയോൾ, അക്ഷയ് കുമാർ, ഇവരൊന്നും വട്ടന്മാരല്ല. സുനിൽ ഷെട്ടി ഉണ്ട്, അഫ്താബുണ്ട്, ഹർഷദ് വാസിയുണ്ട്, മനീഷ കൊയ്രാള ഉണ്ടായിരുന്നു, എന്തോരം പേരാ, ആദിത്യ പഞ്ചോളി ഉണ്ടായിരുന്നു.
ഇത്രയും പേര് 11 പേർക്കൊന്നും വട്ടന്മാരായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഈ സിനിമ എന്തോരു വൃത്തികെട്ട വന്നതെന്ന് വെച്ചാൽ ആരൊക്കെയാണോ സീസൺഡ് ആക്ടേഴ്സ്, ആരൊക്കെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്, അക്ഷയ്, പിന്നെ സണ്ണി ഡിയോൾ സർ, പിന്നെ സുനിൽ ഷെട്ടി സാറുണ്ട്, അർഷദ് ഉണ്ട്. അത് മാത്രമല്ലാണ്ട് ആരെ കൊണ്ടാണ് ഈ റോങ് ഡിസിഷൻ ഒക്കെ ഒന്ന് എടുക്കാൻ പറ്റും നിങ്ങളൊന്ന് പറയൂ. പക്ഷെ തലയെഴുത്തിൽ ഇവരൊക്കെ റോങ് ഡിസിഷൻ എടുക്കണമെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളതായിരുന്നു. അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണും എല്ലാവരും ഫെയിലായി. അത് ഇങ്ങനെ കൂടെ പറയാം. അല്ല അത് കളക്റ്റീവ് ബാഡ് ലക്കാണ് ഫോർ ഓൾ ഓഫ് us. ആരും തെറ്റായ സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. എനിക്കറിഞ്ഞ രാജ്കുമാർ സാർ ഫുള്ളായിട്ട് ട്രൈ ചെയ്ത് കാണും. പക്ഷെ ആ സിനിമ പെർഫെക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയില്ല. അത് ബേസിക്കലി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡെൻസ് ഓഫ് മൈ കരിയർ. അതിനുശേഷം സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തന്നെ ഞാൻ കളഞ്ഞു. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ നിന്ന് ഒരു വാക്ക് വരുന്നത് വരെ ഞാൻ സിനിമ ചെയ്യാൻ പാടില്ലെന്നായിരുന്നു. അതിനുശേഷം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് സാർ. അതായത് എനിക്കത്ര വിശപ്പില്ല. സിനിമയിൽ എനിക്ക് എന്തോരമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനുശേഷവും ഞാൻ ആഗ്രഹം മൂത്തങ്ങോട്ട് അലയുവാണെങ്കിൽ എന്നെക്കാൾ വൃത്തികെട്ട ഒരു ജന്മം ആരും കാണത്തില്ല. ഐ എം വെരി സാറ്റിസ്ഫൈഡ്. താങ്കൾ വളരെ മനോഹരമായ ഉത്തരം നൽകി. പക്ഷെ ഞാനത്ര തൃപ്തനൊന്നുമല്ല. എൻ്റെ അടുത്ത് പല ചോദ്യങ്ങളും ബാക്കിയുണ്ട്. ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം സോണു നിഗത്തിനുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പിന്നാലെ ഒരുപാട് പേരെ സഹായമുണ്ട്, ഒരുപാട് ശക്തിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ശക്തികളൊക്കെ എടുത്തു കളഞ്ഞാൽ ഞാൻ വെറും ഒരു 12 രൂപയുടെ ആർട്ടിസ്റ്റാണ്. എനിക്ക് വെറും 12 രൂപ കിട്ടിയിട്ടുള്ളൂ. 5 മണിക്കൂർ പാടിയതിനാണ് എനിക്ക് 12 രൂപ കിട്ടിയത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ സോണു നിഗം എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ജീവിതത്തിൽ മുന്നേറിയെന്നുള്ളത് ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ഇത് കേൾക്കുമ്പോൾ സോണു നിഗം തീർച്ചയായും ഷോക്കാകും. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സോണു നിഗത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പല മുഖങ്ങളുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ്. സോണു, ഇപ്പോൾ ഞാൻ ചില ഫോട്ടോകൾ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് താങ്കളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. ഇത് കാണുമ്പോൾ തന്നെ താങ്കൾ രൂപം എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങളും ഇങ്ങനെയുള്ള പല രൂപങ്ങൾ കണ്ട് അതിശയപ്പെട്ട് നിൽക്കുകയാണ്. ഗുൽഷൻ ഗ്രോവറാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗെറ്റപ്പൊക്കെ മാറ്റുന്നത്. പിന്നെ അമരീഷ് പൂരിയും ഗെറ്റപ്പ് മാറ്റാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇതേ പറയത്തുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ട്രൂലി എനിക്കിതിൽ ഒരു തോട്ടം തന്നെ ഇല്ല. ശരിക്കും ഒരു തോട്ടം ഇല്ലെന്ന് തന്നെയാണ് പറയേണ്ടത്. എന്താണെന്ന് അറിഞ്ഞൂടെ രജിത് സാർ, ഐ ഗോ ത്രൂ ഫേസസ്. എനിക്ക് എന്തെങ്കിലും ആയേക്കും. അതായത് നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചാലോ, ഒരു വട്ടമൊക്കെ എനിക്ക് തോന്നിയത് എൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്ത് മൊത്തം അങ്ങനെ എടുത്താലോ എന്ന്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരു ഹെയർ കട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ചില പ്രാവശ്യം എന്ത് തോന്നുന്നു വെച്ചാൽ മുടി അങ്ങോട്ട് വളർത്താം, നീട്ടി വളർത്താമെന്നൊക്കെ. ഐ തിങ്ക് ഐ ജസ്റ്റ് വാണ്ട് ടു ഡു ദിസ് വിത്ത് മൈ മെന്റൽ ഓർ സ്പിരിച്വൽ സ്പേസ്. ഒരു ചില വട്ടമൊക്കെ ഞാൻ മുടി ഇങ്ങനെ നീട്ടി വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പം അച്ഛൻ ചോദിക്കും, എന്താ മോനെ മുടിയൊന്നും വെട്ടുന്നില്ല, നീട്ടി വളർത്തുവാണെന്ന്. പിന്നെ എനിക്ക് മുടി വളർത്തിയാൽ നല്ല രസമാണത്. പിന്നെ എൻ്റെ മുടി എന്തോരം കേളിയാണെന്ന് വെച്ചാൽ, ഞാൻ ഷോർട്ട് ഹെയർ വെച്ചാൽ അത് വേറെ രീതിയായിരിക്കും. ഞാനത് മാറ്റുവാണെങ്കിൽ അത് നല്ല ഇങ്ങനെ കേളിയാവും. ചുരുണ്ട മുടിയുമാണ്, നീണ്ടു വന്നാലോ ഷോർട്ടാണെങ്കിലോ വ്യത്യാസമായിരിക്കും. സോ അത് ഓട്ടോമാറ്റിക്കലി സെറ്റാവും. ഞാനൊന്നും ചെയ്യത്തില്ല. എന്തെങ്കിലും പർപ്പസ് കാണില്ലേ? താങ്കൾ പ്രസിഡന്റിന്റെ അടുത്ത്, ശ്രീ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയ സമയത്ത്, അദ്ദേഹത്തിന്റെ അടുത്ത് അവാർഡ് വാങ്ങാൻ പോയ സമയത്ത് അദ്ദേഹത്തിനെ പോലെ താങ്കൾ ഹെയർ സ്റ്റൈൽ, ആ ഫോട്ടോ താങ്കൾ തന്നെ കണ്ടോളൂ. ഞാൻ സീതയുടെ മേത്ത് കൈവച്ച് സത്യം ചെയ്തു പറയുമോ? ഞാൻ സത്യത്തിൽ ഒന്നും പ്ലാൻ ഇട്ടതല്ല. ഇത് ഫറാഖാന്റെ തെറ്റാണ്.
ആ സമയത്ത് ഞാൻ ഇന്ത്യൻ ഐഡൽ പാർട്ട് 1 ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സോനു അന്ന് അവർ ശിരീഷ് കുന്ദയുടെ കൂടെ അഫെയറിലായിരുന്നു. സോനു നീയും നിന്റെ മുടി റീബോണ്ടിങ് ചെയ്തേരെ. അദ്ദേഹത്തിന്റെ മുടി റീബോണ്ടിങ് ചെയ്തു. നിന്റെ അങ്ങനെ ചെയ്താൽ നല്ല ലെങ്ത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അതാണ് അന്ന് പറഞ്ഞത്. സോ അവരെന്നെ എൻ്റെ മുടി ഭയങ്കര കേളിയായിരുന്നു അന്ന്. ഫസ്റ്റ് സീസണിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ചില ഇതിലൊക്കെ എൻ്റെ മുടി ഭയങ്കര കേളിയായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ സ്ട്രൈറ്റ് ആയി. ഇത് ഫറാഖാൻ്റെ തെറ്റാ. പിന്നെ ആളിനാണ് എൻ്റെ മുടി സ്ട്രൈറ്റ് ആക്കിയത്. പിന്നെ ആദ്യത്തെ കോസ്റ്റ്യൂമർ എനിക്ക് റീബോണ്ടിങ്ങും സ്ട്രൈറ്റനിങ്ങും ചെയ്തു തന്നിരുന്നു. പക്ഷെ അതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടും ഞാൻ ഒട്ടും അറിഞ്ഞിരുന്നില്ല സാർ. അങ്ങനെ അറിഞ്ഞിരുന്നു. താങ്കളോട് എന്തെങ്കിലും സംസാരിച്ചോ? ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് അന്ന് വന്ന് കണ്ടപ്പോ എന്താ ഇങ്ങനെ നോക്കിട്ട് എന്നാ മോനെ. പിന്നെ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സാർ സെയിം ഹെയർ സ്റ്റൈൽ. ഞാൻ സെയിം ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം എന്തായിരിക്കും എന്ന് വിചാരിക്കുന്നു? കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ അറിഞ്ഞത് കോപ്പിറൈറ്റിന് വേണ്ടിയൊക്കെ വഴക്കിടണമെന്ന്. എന്റെ അടുത്ത് മറ്റൊരു ഗെറ്റപ്പ് കൂടിയുണ്ട്. പിച്ചക്കാരനെ പോലെ ഗെറ്റപ്പ് ഇട്ടുകൊണ്ട് താങ്കൾ റോളിലിരിക്കുന്നത്. അതുവഴി പോകുന്നവർക്ക് ഹാർമോണിയം വായിച്ചു കൊടുക്കും. അതെ. അതെന്തിനു വേണ്ടിയാണ്? ഒരു വിധത്തിൽ ഇതൊരു സ്പിരിച്വൽ പോസ്റ്റ് ഔട്ടാണ്. ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തോ അതൊന്നും എനിക്ക് ചേരത്തില്ല. ഇതൊക്കെ ഓൾറെഡി പ്രീ റിട്ടേൺഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ എപ്പോഴൊക്കെയാണോ ലാസ്റ്റ് ഇയർ എനിക്കൊരു നല്ല കാര്യം കിട്ടിയിരുന്നു. അപ്പം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഞാനൊരു വലിയ പുള്ളിയാന്ന്. അതേ ശബ്ദം. പിന്നെ ആ ശബ്ദം യൂസ് ചെയ്താണ് റോഡിലിരിക്കേണ്ടത്. ഒരു വിധത്തിലും ഒരു മാർക്കറ്റ് ഇല്ലാണ്ട്, ബാക്കപ്പ് ഇല്ലാണ്ട്, ഒരു ലൈറ്റും ഇല്ലാണ്ട്, മൈക്രോഫോണും ഇല്ലാണ്ട്. പിന്നെ അയാളുടെ പ്രായം എന്ന് പറയുമ്പോൾ 70 years to 80 years ഓൾമോസ്റ്റ് നിയർ. അദ്ദേഹം അവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുമായിരുന്നു സാർ. ശബ്ദം അത് തന്നെയാണ്. ഞാൻ എൻ്റെ ശബ്ദം മാറ്റിയിട്ടില്ല ഒരു കാരണം കൊണ്ടോ അതിനു വേണ്ടി തന്നെ. പക്ഷേ എന്നെ ടോട്ടലി അടയാളം അറിയാത്ത രീതിക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഐ ഓപ്പണിംഗ് ആയ കാര്യമാണത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം അറിഞ്ഞത്. അതെന്ത് കാര്യമാണെന്ന് വെച്ചാൽ എൻ്റെ ചുറ്റിനുമുള്ളവർക്ക് എൻ്റെ കയ്യിൽ മൈക്രോഫോൺ ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാണ് സ്റ്റേജിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നത്? ഒരുപക്ഷെ എനിക്ക് വലിയ വലിയ സ്റ്റേജോ ഒന്നും തന്നില്ലെങ്കിലോ ആഡ് ഒന്നും തന്നില്ലെങ്കിൽ മാർക്കറ്റിംഗ് ദാ സോനു നിഗം നിങ്ങൾക്ക് വേണ്ടി അമേരിക്കയിലോട്ട് വരുവാണ്, 16 സെന്റേഴ്സിൽ പാട്ട് പാടാൻ പോവാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അവർ എൻ്റെ ഷോക്ക് വരത്തില്ല. സോ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം എൻ്റെ പിന്നാലെ ഒരുപാട് പേര് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ശക്തിയായിരുന്നു ഇത്രയും ദൂരം എന്നെ മാറ്റിയെടുക്കാനുള്ള. അല്ലെങ്കിൽ വെറും 12 രൂപയുടെ ആർട്ടിസ്റ്റാണ്. 12 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. 5 മണിക്കൂർ പാടിയതിന് ശേഷം എനിക്ക് കിട്ടുന്നത് 12. കിഷോർ കുമാർ സാറിനെ കുറിച്ച് ഇങ്ങനെ പല സ്റ്റോറികളും ഉണ്ട്. അദ്ദേഹം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതെ. ഈ കുസൃതി, ഈ ഗെറ്റപ്പ് ചേഞ്ച്, ഇതൊക്കെ താങ്കൾ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണോ പഠിച്ചത്? മേ ബി ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹവും ഒരു ലിയോ ആണ്, ഞാനും ഒരു ലിയോ ആണ്. രണ്ടുപേരുടെ രാശി ലിയോയാ. അദ്ദേഹം 4th ഓഗസ്റ്റ്, ഞാൻ 13th ജൂലൈ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഈ അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്താണ് ഫുള്ളായിട്ടുള്ള എൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്പിരിറ്റ് വന്നത്. കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻ്റായ ആൾ ഒരു അസാധാരണമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. നല്ലപോലെ സംസാരിക്കും, നല്ലപോലെ കളിച്ചും ചിരിച്ചിരിക്കും. അദ്ദേഹം നന്നായിട്ട് കളിക്കും, ഞാനും നന്നായിട്ട് കളിക്കും, നല്ല രീതിക്ക് കളിക്കും. പക്ഷേ എനിക്കും അദ്ദേഹത്തിനും ഒരു കമ്പാരിസൺ അത് ചെയ്യാൻ പാടില്ല. കാരണം അച്ഛൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം. അതായത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും ഞാൻ ഇത് ആഗ്രഹിക്കില്ല. റഫി സർ, വിശ്വകുമാർ സർ, മുകേഷ് സർ, തരത് കുമാർ, ഹേമന്ത് കുമാർ സർ, മഹേന്ദർ കപൂർ സർ, ഞാൻ തന്നെയാണ്. അതൊക്കെ അവർ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. പക്ഷെ ചിലർ പറയുന്നു താങ്കളൊരു പ്ലേഫുൾ ആയിട്ടുള്ള ആളാണ്, പെൺകുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണോ? ഒരു സത്യം പറഞ്ഞോട്ടെ? ഇന്ന് സത്യം പറയൂ സർ. അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അപ്പോ ഇത് സത്യമാണോ? ഒരു സമയത്ത് എല്ലാ നഗരത്തിലും ആരെങ്കിലും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് അങ്ങനെയൊന്നുമില്ല. അന്ന് ഞാനൊരു യങ്സ്റ്ററാണ്. സോ ഓഫീസിലും പുതിയ ഫ്രണ്ട്സൊക്കെ വരും. പിന്നെ ചിലവർ ലൈക്ക് ചെയ്യുവാണെങ്കിൽ ചിലവർ ഒരുപാട് ലൈക്ക് ചെയ്യും, ചിലരെ നമുക്കിഷ്ടാവും. അങ്ങനെയുള്ള കാലസമയത്ത് ഒരുപാട് പേർക്ക് എന്നെ അറിയാം. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അതല്ലല്ലോ. പിന്നെ ഞാൻ ഇഷ്ടത്തിന് കളിച്ചും ചിരിച്ചും നടക്കുന്നവനാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര ഡീസൻ്റ് ആണ് ആക്ച്വലി പറയണമെങ്കിൽ. പിന്നെ എൻ്റെ ഫാമിലി കൾച്ചറും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഫാമിലി അങ്ങനെയാണ്, ഭയങ്കര ഡിസിപ്ലിൻഡ് ഫാമിലിയാണ്.
എൻ്റെ ഫുൾ ഫാമിലി അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല. എനിക്കറിയാവുന്ന ചില ആൾക്കാർ ശരിക്കും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ ഞാനിത് ഇവിടെ ഉപേക്ഷിക്കുകയാണ്, ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നല്ലത്. പക്ഷേ രഹസ്യങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് കുറേ ദൂരം പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പക്ഷേ താങ്കളുടെ രൂപങ്ങളിൽ ഒരു രൂപം എനിക്കും മനസ്സിലായി. അതെന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സിനിമ കാണുമ്പോൾ താങ്കൾ കരയുമെന്ന് പറയുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ഇപ്പോഴും കരഞ്ഞ സാർ. നിങ്ങൾ നല്ലപോലെ റിസർച്ച് ചെയ്തു സാർ. ഓ മൈ ഗോഡ്. ഇപ്പോഴും ഞാനൊരു സിനിമ കണ്ടു, ലയൺ. ഞാൻ ദുബായി പോയിരുന്നു ഒരു ഫൗണ്ടേഷൻ്റെ കാര്യത്തിന് വേണ്ടി. അപ്പോൾ ആ സിനിമ കണ്ടത് ഞാൻ ലയൺ സിനിമ കണ്ട അടുത്ത സെക്കൻഡ് ഞാൻ കരയാൻ ആരംഭിച്ചു സാർ. ഞാനിതുപോലത്തെ സെൻറ്റിമെൻ്റ് സിനിമ കണ്ടാൽ കരയാൻ സ്റ്റാർട്ട് ചെയ്യും സാർ. കരഞ്ഞാൽ ഞാൻ പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അകത്ത് ഞാൻ കുറച്ച് സെൻറ്റിമെൻ്റലാണ്. പിന്നെ എൻ്റെ മനസ്സിനെക്കുറിച്ച് പറയണമെങ്കിൽ ഓപ്പോസിറ്റിലുള്ളവർ എന്താണ് തിങ്ക് ചെയ്യുന്നത് ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഫ്ലൈറ്റിൽ നല്ലപോലെ കരഞ്ഞു സാർ. പിന്നെ മറ്റൊരു രൂപം കൂടിയുണ്ട്. താങ്കൾ വളരെ ധൈര്യശാലിയാണ്. അതെ. എല്ലാവരുടെ കൂടെയും ഫൈറ്റ് ചെയ്യാറുണ്ട്. അതായത് ഞാൻ ആർക്കും പേടിക്കത്തില്ല സാർ. പാറ്റ കണ്ടാ പേടിക്കൂ? ഞാൻ കോക്രോച്ചിനെ എന്തോരം പേടിക്കുന്നു അത് വാക്കുകൊണ്ട് പറഞ്ഞ് തീർക്കാൻ കഴിയില്ല സാർ, സത്യം. അതായത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ അവിടെ ആ ചുമരയിലൊരു കോക്രോച്ച് ഉണ്ടെങ്കിലും ഞാൻ ഇവിടുന്ന് പേടിച്ചോടും. എനിക്ക് കോക്രോച്ചിൻ്റെ ഷേപ്പ് പോലും ഇഷ്ടമല്ല സാർ. അതായത് എന്തോ പോയ ജന്മത്തിൽ എനിക്കും അതിനെന്തെങ്കിലും പകയുള്ള പോലെ എനിക്ക് ഫീലിംഗ് ആവുന്നത്. എൻ്റെ വലിയൊരു ദുർസ്വപ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതുകൂട്ട് റൂമിൽ 10-15 കോക്രോച്ചസ് എങ്ങാനും ഉണ്ടേ മതി. ഞാൻ എപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ചത്തേന്ന് ചോദിച്ചാൽ മതി. കാരണം എനിക്കതിൻ്റെ ആ ബ്രൗൺ കളർ പിന്നെ എൻ്റെ ടെൻഡകോസ് ഇങ്ങനെ നീണ്ടു വരുമല്ലോ സാർ. ഓ അറിയില്ല. മറ്റെല്ലാം പല്ലി ജനങ്ങൾക്കാർക്കും പല്ലിന് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ പല്ലി നമ്മുടെ അടുത്തോട്ട് ഓടി വരത്തില്ലല്ലോ സാർ. കോക്രോച്ചിൻ്റെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരെ പറന്ന് നമ്മുടെ മേത്തോട്ട് തന്നെ വരൂ. പെട്ടേന്ന് വന്ന് അടിക്കും സാർ അത്. സോ ദാറ്റ്സ് വൈ ദ റീസൺ എനിക്ക് കോക്രോച്ചിനെ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് കോക്രോച്ചിൻ്റെ നേച്ചർ ഇഷ്ടമല്ല സാർ. ഈ കോക്രോച്ചിൻ്റെ അതെങ്ങനെയാണ് നമ്മുടെ മേത്ത് വന്ന് വീഴുന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല സാർ. ഞാനതിന് വല്ലാണ്ട് പേടിക്കും. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം സോണു നിഗത്തിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. फिर मैं किसी दुकानदार से करवा के लाया 4 नोट हाथों में, फिर भी छुट्टे न थे. मैं कहता रहा उधर के 500 के छुट्टे दे दे, 500 के छुट्टे. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി പ്രസിദ്ധനായ പാട്ടുകാരൻ സോണു നിഗമാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ സോണു നിഗത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരെയും കളിയാക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. താങ്കൾ ഏത് സ്റ്റേജ് ആണെങ്കിലും ആദ്യം തുടങ്ങുന്നത് ഉദിത് നാരായണനെ കളിയാക്കിക്കൊണ്ടാണ്. കുമാർ സാനുവിനെയും കളിയാക്കാറുണ്ട്. ഒരാളെയും വിടാറില്ല. ഈ ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. നിങ്ങൾക്കിത് തോന്നുന്നുണ്ടോ ജോണി ലിവർ സാറ് ദിലീപ് കുമാർ സാറിനെ കളിയാക്കുമെന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല സാർ. ഇല്ലെങ്കിൽ അദ്ദേഹം ജോണി വാക്കറിനെ കളിയാക്കുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം മനോജ് കുമാർ സാറിനാണോ കളിയാക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഇംപേഴ്സണേഷൻ, മിമിക്രി ഒരു കലയാണ്. പിന്നെ നിങ്ങളുടെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാലേ നിങ്ങൾക്ക് അദ്ദേഹത്തെ നിങ്ങൾക്ക് അവരെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കിട്ടുന്നത്. എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്നത് അത്ര പോസിബിളുള്ള കാര്യമല്ല. ചിലർ വളരെ വ്യത്യസ്തമായിരിക്കും, ചിലർ ഒരുപാട് ഡിഫറൻ്റ് ആയിരിക്കും. ചിലരുടെ സ്റ്റൈൽ എടുക്കുന്ന സമയത്ത് അത് എളുപ്പമായിരിക്കാം. നിങ്ങൾ ഉദിത് സാറിനെ കുറിച്ച് പറഞ്ഞു. ഉദിത് സാർ, ഷാനു, അവർ രണ്ടുപേരുടെ എതിരിൽ തന്നെ ഞാൻ അവരെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു. പിന്നെ അവരത് നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. കാരണം അവർക്കറിയാം എനിക്ക് ഏതൊരു വകയിലെ ഇന്റൻഷൻ ഇല്ല. അല്ലാതെ അവരുടെ കയ്യിൽ വേറെ എന്തോ ഓപ്ഷനാണ് ഉള്ളത്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അവര് ചെയ്തില്ല. രാജ്യത്ത് 500,000 നോട്ട് ബാൻ ചെയ്തപ്പോ അപ്പോൾ താങ്കൾ പാടിക്കൊണ്ടേ ഇങ്ങനെ പറഞ്ഞു, ആരുടെയൊക്കെ നോട്ടാണ്, ആർക്കൊക്കെ എത്രത്തോളം നഷ്ടം ഏർപ്പെട്ടു, ആരാണ് 2000 രൂപ അന്വേഷിക്കുന്നത്? ഇത് നിങ്ങൾ തോണ്ടിയെടുത്തല്ലേ? അത് വൈറലായി. അങ്ങനെ വൈറലായി ജനങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡിമോണിറ്റൈസേഷനിൽ അദ്ദേഹം എൻ്റെ അടുത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ओ सोनू निगम वा
सुन निगमवा मुझको क्या डर है रे, ATM के ऊपर मेरा तो घर है रे, तू आजा रे. പിന്നെ ഇങ്ങനെയാണ് ഞാൻ പാടിയത്. പിന്നെ കുമാർ സാനു? हो आहा സാർ നിങ്ങൾ എന്തേ കാണിക്കുന്ന എന്നെ വെച്ച് ഞാൻ എന്തേ കാണിച്ചോണ്ടിരിക്കുന്നത്? हो आहा किसी पे 2000 है कि नहीं, बताओ मेरे यार है कि नहीं, जिसने दिखाया मुझको हाथों से छुआया मुझको, उसको खिलाऊंगा मैं मिष्टी दोही. പക്ഷെ അതിലെല്ലാം വളരെ നന്നായിരുന്നത് കൈലാഷ് കേർ. കൈലാഷ് കെ ചില്ലറ അന്വേഷിച്ചുകൊണ്ട് നടക്കും. ആ ചില്ലറ തടിക്കൊണ്ടിരുന്നു. छुट्टा छुट्टा ढूंढा मैंने कितना छुट्टा, पर मिल ना पाया. ओ ढूंढा ढूंढा मैंने ढूंढा बूटा बूटा, पर मिल ना पाया. फिर मैं किसी दुकानदार से करवा के लाया 4 नोट हाथों में, फिर भी छुट्टे न थे. मैं कहता रहा उधर के 500 के छुट्टे दे दे, 500 के छुट्टे. के छुट्टे दे दे, कम भी हो तो चल जाए. ഇതുപോലെ 2015 രാധേമ വിഷയത്തിൽ കോൺട്രവേഴ്സി വന്നതുപോലെ ഇപ്പോൾ അസാനെതിരെയും നടക്കുന്നു. സോ താങ്കൾക്ക് പൊളിറ്റിക്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ടോ? അതിലെന്തെങ്കിലും അവസരം കിട്ടിയാൽ താങ്കൾ വരുമോ? നിങ്ങൾ നല്ല ചോദ്യമാണ് ചോദിച്ചത്. രാധേമ കോൺട്രവേഴ്സിയെ കുറിച്ച്. കാരണം ആ സമയത്തൊക്കെ എന്നെ ഹിന്ദുസൊക്കെ എൻ്റെ പിന്നാലെ വന്നു അടിച്ചു കൊല്ലാൻ. എന്തിനു വേണ്ടിയാണ് അവരിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് താങ്കൾ രാധേമയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. ഞാൻ പറയുന്നു അവരെ ദേവിയുടെ അവതാരമാണെന്ന് വേറെ പറഞ്ഞു. ഇല്ലല്ല, അങ്ങനെയൊന്നും ഉറപ്പായിട്ടും അല്ല. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം കേൾക്ക്. രാധേമോഹനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, പഴകിയിട്ടില്ല, ഒന്നുമില്ല. അതാണ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് ഒരാൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, അതൊക്കെ ഞാനിന്ന് കേട്ടോണ്ടിരിക്കുക. അവരെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? അതെൻ്റെ അനിയത്തിയായിരിക്കാം, നിങ്ങളായിരിക്കാം, ആരെ വേണമെങ്കിലും ആയിരിക്കാം. ഈ റെസ്പെക്ട്ഫുൾ സമൂഹത്തിൽ ആരെങ്കിലും തെറ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യത്തില്ല. വളരെ തെറ്റായ വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആസ് എ മാൻ, ഒരാണായിട്ടിരിക്കുന്നത് കൊണ്ടും ഒരു മനുഷ്യനായിട്ടിരിക്കുന്നത് കൊണ്ടും ഏതൊരു പെണ്ണിനെ നീ തെറ്റി സംസാരിച്ചാൽ ഒരു ആണായിട്ട് അവിടെ നിൽക്കുന്നത് എൻ്റെ കടമയാണ്. പിന്നെ താങ്കളോടൊരു കാര്യം പറയാം. രാധേമയെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യം. പറയേ. ഭാഗ്യം നിങ്ങൾ ഇതുവരെ അവരെ മീറ്റ് ചെയ്തിട്ടില്ല. മീറ്റ് ചെയ്തിരുന്നെങ്കിൽ താങ്കളെ മടിയിലെടുത്ത് വെച്ചത്. ഇതിനെക്കുറിച്ച് എന്നോട് ഒരു സിംഗർ പറഞ്ഞതാണ്. നോക്കൂ, ഇതിവരുടെ ഹാബിറ്റാന്നാ പറയണ്ടേ. എന്ത് ചെയ്താലും അവരെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിലെനിക്ക് ഒരു വകയിലെ അവകാശവും ഇല്ല. പിന്നെ അവരെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ പാടില്ല ഞാൻ. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പെണ്ണിനെ തെറ്റായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവർ ഈ തുണി ഇട്ടേക്കുക, ആ തുണി ഇട്ടേക്കുക എന്നും പറഞ്ഞ് ഒരു ഡ്രസ്സ് കൊണ്ട് ഒരു സ്ത്രീയെ നിങ്ങൾ അപമാനിക്കുകയാണെങ്കിൽ എങ്ങനത്തെ ലോകത്താണ് നമ്മൾ ഈ ജീവിക്കുന്നത്? ഒരുപക്ഷെ ആരെങ്കിലും തുണിയെ വെച്ച് നമ്മളെ സംസാരിക്കുകയാണെങ്കിൽ, എന്താ പറയണ്ട, പ്രൂവ് ആവുകയാണെങ്കിൽ, ഒരു പെണ്ണ് ഫുള്ള് കവറാവുന്ന രീതിക്ക് ഡ്രസ്സ് ഇട്ടിരിക്കുകയാണെങ്കിൽ അവൾ മാലാഹയാണ്. പിന്നെ അവൾ ശരിക്കും ഉടുപ്പിട്ടില്ലെങ്കിൽ അവൾ മാലാഹയല്ല. ഇതൊക്കെ എന്താണ്? നിങ്ങളെക്കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ലോകത്തിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. അതിനുശേഷം ഞാൻ ഇത് വളരെ പ്രൗഡായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനത്തെ കൾച്ചറിലുള്ള ആൾക്കാരാന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ സ്വപ്നത്തിലൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുക, കംപ്ലീറ്റ് പൂജിക്കുവാണ്. ഇതിലും നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണുള്ളത്. അതിലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നമ്മുടെ നാടിനെ, നമ്മുടെ കൾച്ചറിനെ. ഞാൻ ഒരു വിധത്തിൽ അത് താഴ്ത്തി സംസാരിച്ചിട്ടേ ഇല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത്ര സ്ട്രോങ് ഫോഴ്സസ് ഉണ്ട് ഇവിടെ. ഈ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുന്നതിന് പകരമാണ്. അതേ മോനെ, നീ പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ നല്ലപോലെ ഡെവലപ്പായി. നമ്മൾ എന്തിനാ ഒരു ഷോർട്ടായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ ഉണ്ടാവേണ്ടത്? നമ്മൾ എന്തോരം വലിയൊരു കൾച്ചറിലുള്ള ഒരു മനുഷ്യരാണ്. ഞാൻ പറഞ്ഞതിനുള്ള അർത്ഥം ഇതാണ് സാർ, വേറെ ഒന്നുമല്ല.
ജനങ്ങൾ മനസ്സിലാക്കാത്തവരെ താങ്കൾ എന്തിനാണ് ഈ കാര്യത്തിൽ തലയിടുന്നത്? അതങ്ങ് അല്ലല്ല, വിട്ടേക്ക്. അങ്ങനെയല്ല സാർ. ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധി ഒരിക്കലും ഗാന്ധി ആയിരിക്കില്ല, ഇല്ല ബുദ്ധനോ ബുദ്ധനായിരിക്കില്ല, മഹാവീർ ആയിരിക്കില്ല. എനിക്കറിഞ്ഞ ഓരോ മനുഷ്യനും അവന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ബെസ്റ്റ് നൽകിയേ പറ്റൂ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഇതാവും അതാവും എന്നും പറഞ്ഞ്. പക്ഷെ എനിക്ക് ഫുൾ റൈറ്റ്സ് ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് കടമയുണ്ട്. ഏതെനിക്ക് തെറ്റായിട്ട് തോന്നുന്നോ അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കി എടുക്കും സാർ. പിന്നെ ഈ സൊസൈറ്റിയുടെ കൺമുമ്പിൽ ഞാനത് കൊണ്ടുവന്നേ തീരത്തുള്ളൂ സാർ, ഉറപ്പാണ്. ഞാനൊട്ടും വഴക്കിട്ടില്ല, ഞാൻ ദേഷ്യപ്പെടുന്നവനും അല്ല, ഞാനൊരു മോശമായ മനുഷ്യനല്ലേ എന്നും പറഞ്ഞ് നിന്നെ കൊല്ലും ഞാൻ അതൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം പറയും. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നല്ല രീതിക്ക് ഏറ്റെടുത്തേനെ, പിന്നെ നിങ്ങളത് നല്ല രീതിക്ക് കൊണ്ടും പോയേനെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിയില്ല, ഇത് നിങ്ങൾ വളരെ ചെറിയ മനസ്സിലാണ് കാണണമെന്ന് വിചാരിച്ചാൽ അപ്പോ അതിന്റെ കുറ്റവാളി നിങ്ങളാണ്, അതിന് ഞാനൊന്നും കാരണമല്ല. ഒരേ ഒരു പ്രാവശ്യം അഗ്നിപത് പാട്ടൊന്ന് പാടാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ഒരു വട്ടം അഗ്നിപത്തിന്റെ പാട്ട് പാടി अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी, कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियाँ चूम लूं या रो लूं जरा, मर जाऊं या जी लूं जरा. താങ്ക് യു സർ. സോണു താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചു, പല കുറ്റങ്ങളും ആരോപിച്ചു. പറഞ്ഞോളൂ. കയ്പും മധുരവും നിറഞ്ഞ ചോദ്യങ്ങൾ. ആ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ പ്രസിദ്ധയായ സിംഗർ മാലിനി അവസ്ഥയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആപ്കി അദാലത്തിൽ നമ്മൾ ഇന്നത്തെ ജഡ്ജിയായ മാലിനി അവസ്ഥയുടെ ജഡ്ജ്മെന്റ് നോക്കാം. സോണു നിഗത്തിന്റെ മേൽ നമ്മൾ പല കുറ്റങ്ങളും ആരോപിച്ചിരിക്കുകയാണ്. അതിന്റെ ജഡ്ജ്മെന്റിനുള്ള സമയം എത്തിയിരിക്കുകയാണ്. ഈ നീതിപീഠം പറയാൻ ആഗ്രഹിക്കുന്നത് സോനു നിഗത്തിന്റെ പേരിൽ നിറയെ കുറ്റാരോപണങ്ങളുണ്ട്. അദ്ദേഹം ആ കുറ്റച്ചാട്ടത്തിനെതിരെ വളരെ സംയമനത്തോടെയും ഒന്നും മറയ്ക്കാതെയുമാണ് തുറന്ന മറുപടി നൽകിയത്. പിന്നെ വളരെ സമാധാനത്തോടെ മറുപടി നൽകി. നീതിപീഠം ഇന്ന് താങ്കൾക്ക് ഒരു ജോലി തരികയാണ്. എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളൊരു വലിയ കലാകാരനാണ്. സോ നിങ്ങൾ നിങ്ങളുടെ വലിയ സ്റ്റാറ്റസ് ജനങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ഉപയോഗിക്കണം. ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി മറ്റുള്ള നാടുകളിലും ഈ കാര്യങ്ങളെല്ലാം ചെന്നെത്തണം. നന്ദി, നമസ്കാരം. എനിക്ക് വിശ്വാസമുണ്ട് സോണു നിഗം ഇതുപോലെ തന്നെ ധൈര്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയും, ചർച്ചകൾ ഉണ്ടാക്കും, ഒപ്പം തന്റെ ശബ്ദമാധുര്യം കൊണ്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കും, ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരസ്ഥാനം നേടും. ഇന്നത്തെ വിചാരണ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും നിങ്ങളെ വന്ന് കാണും. നന്ദി, നമസ്കാരം.